എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് XXL സൈസിലെ ഒരു നൈറ്റിയാണ്. ഒപ്പം നമ്മൾ നെക്ക് ഡിസൈനും കൂടി വെച്ചിട്ടാണ് ഈ ഒരു നൈറ്റി ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ നൈറ്റി വിറ്റ് എടുത്തിട്ടുണ്ട്. നൈറ്റി വിറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററിൽ നമുക്ക് നൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പക്ഷേ വിഡ്ത്ത് കുറവായിരിക്കും. 3 മീറ്റർ ഉണ്ടാവും, പക്ഷേ അതിനുള്ള വിഡ്ത്ത് കുറവായിരിക്കും. വിഡ്ത്ത് ഇവിടെ കാണിക്കുന്നത് 33.5 34 ആ ഒരു വിഡ്ത്തിലാണ് ഈ ഒരു ക്ലോത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം, കറക്റ്റ് രണ്ടാക്കിയിട്ട് മടക്കിയിടാം. ഞാനിവിടെ അളവിന് വേണ്ടിയിട്ട് വേറൊരു നൈറ്റി എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും അളവ് മാർക്ക് ചെയ്യുന്നതാണ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത്. ഒരു അളവിന് കിട്ടിയിട്ടുള്ള നൈറ്റി അല്ലെങ്കിൽ അളവിന് കിട്ടിയിട്ടുള്ള ചുരിദാർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അളവിനുള്ള നൈറ്റി എടുത്തിട്ട് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ക്ലോത്ത് ഇതേപോലെ 4 ആക്കിയിട്ട് മടക്കിയിടുന്നുണ്ട്. കറക്റ്റ് അതിനെ 2 ആക്കുന്നുണ്ട്. എഗെയിൻ ഒന്നും കൂടി മടക്കിയിട്ട് നമ്മൾ 4 ഫോൾഡായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ അളവിന് എടുത്തിട്ടുള്ള നൈറ്റി ഇതേപോലെ നമ്മൾ ടോപ്പിൽ നിന്ന്, അതായത് ഷോൾഡർ ഭാഗത്തു നിന്ന് നേരെ താഴോട്ടേക്കുള്ള ലെങ്ത്ത് നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് അളക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 53 ഇഞ്ചാണ്. ഈ 53 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലെങ്ത്താണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, സീം അലവൻസ് ആഡ് ചെയ്യണം. താഴേക്ക് 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 53 + 1.5 ചെയ്യുമ്പോൾ 54.5 ഇഞ്ചാണ് നമ്മൾ ക്ലോത്തിന് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് താഴെ നിന്നാണ് നമ്മൾ മുകളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ താഴ്വശത്തു നിന്ന് മുകളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിലാണ് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഇരിക്കുന്നത്, താഴെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമുണ്ട്. അപ്പോൾ അഥവാ നമുക്ക് ചെറിയൊരു വേരിയേഷൻ, എന്തായാലും ചെറുതായിട്ട് ക്ലോത്തിൽ കുറച്ച് ക്ലോത്ത് നമുക്ക് അധികം കിട്ടും. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ട്, കാരണം നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് താഴെ 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. നേരെ മറിച്ച് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു പീസ് കിട്ടും. അതായത് മടങ്ങി കിടക്കുന്ന പീസ് നിവർത്തിയെടുക്കുമ്പോൾ വലുതായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴേന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ താഴേന്ന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കണ്ടോ ഒരു പീസ് ഇരിക്കുന്നുണ്ട്, ബാക്കി ബാലൻസ് ആയിട്ട്. അപ്പം മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അത് 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഇനി അളവിനുള്ള മാക്സി എടുക്കുക, അല്ലെങ്കിൽ നൈറ്റി എടുക്കുക. എന്നിട്ട് കറക്റ്റ് അതിന് ഇതേപോലെ 2 ആക്കിയിട്ട് മടക്കിയിടുക. 2 ആക്കി മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ ഒന്നെങ്കിൽ ഇതേപോലെ അളവെടുത്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാം, ഇതിന് മുകളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അളവെടുക്കുന്ന സമയത്ത് 7.25 ഇഞ്ചാണ് ഷോൾഡർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണം, 7.25 ഇഞ്ച് വേണം ഷോൾഡർ. കാരണം 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം. ഓൾറെഡി ആം ഹോളിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ കറക്റ്റ് അളവ് ആണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നൈറ്റിയിലുള്ള അളവ് അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നൈറ്റിയിലുള്ള ഷോൾഡർ നമ്മൾ അതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ചിൽ നമുക്കിവിടെ ഷോൾഡർ സ്ലോപ്പ് ഉണ്ട്. ആ പോയിൻറ്റും നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ എന്ത് ചെയ്യുക, ആ ഒരു പോയിൻ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കറക്റ്റ് ആ നൈറ്റിയിലുള്ള ആം ഹോൾ അതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാം കേട്ടോ. ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് അളവെടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ മാക്സി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അളവെടുത്തിട്ട് ആം ഹോൾ വരയ്ക്കുക. അതുപോലെ തന്നെ സൈഡിലുള്ള അളവുകളൊക്കെ മാക്സിയിലുള്ള അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ താഴെ വരെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കാം. പക്ഷേ 1 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഒട്ടും ആ ഒരു ചരിവ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. കാരണം ആ താഴ്വശം വല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 1 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഒട്ടും ആ ഒരു ചരിവ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ഓൾറെഡി നൈറ്റിൻ്റെ അളവ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്തു. പക്ഷേ ഈ അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നൈറ്റി നമുക്ക് ഭയങ്കര ടൈറ്റായി പോകും. കാരണം നമ്മൾ സീം അലവൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് സീം അലവൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്ലോത്ത് കൊടുക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ ടോപ്പിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് നമ്മൾ 1/2 ഇഞ്ചിൽ ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ആ ആം ഹോളിൻ്റെ, അതായത് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആം ഹോൾ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ ചെസ്റ്റ് അളവിൻ്റെ ഭാഗം എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ എത്ര കൊടുക്കണം, നമുക്ക് 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ച് നിങ്ങൾക്ക് സീം അലവൻസ് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് സീം അലവൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്ത് എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സീം അലവൻസ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഹിപ്പിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു വേസ്റ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യുക, മാക്സിമം ക്ലോത്ത് നമ്മൾ എടുക്കുക. നമുക്ക് ഫ്ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ക്ലോത്ത് എടുക്കുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ.
അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് നീക്കിയിട്ട് ആ ആം ഹോൾ നമ്മൾ ഒന്നുകൂടി വരയ്ക്കണം. പിന്നെ നമ്മൾ സീം അലവൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് 2 ഇഞ്ച് ആഡ് ചെയ്യണമെങ്കിൽ 2 ഇഞ്ച് ആഡ് ചെയ്യുക, 2.5 ഇഞ്ച് ആഡ് ചെയ്യണമെങ്കിൽ 2.5 ഇഞ്ച് ആഡ് ചെയ്യുക. ഇതുപോലെ നമ്മൾ എല്ലാ അളവുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ടിലെയും ബാക്കിലെയും പീസാണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സമയത്ത് അവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 1/2 ഇഞ്ചിലേക്ക് നമുക്ക് ഷോൾഡർ എന്ത് ചെയ്യാം, ഒന്ന് സ്ലോപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ഇറക്കത്തിൽ ബാക്കിലേക്ക് റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് നെക്ക് ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ അത് ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ഉള്ളിലുള്ള ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ ആം ഹോൾ 1/2 ഇഞ്ചിൽ ഒന്നും കൂടി ഡീപ്പായിട്ട് കുഴിച്ച് വരച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നെക്ക് ക്യാൻവാസ് പേപ്പറിൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമുക്ക് ബാക്കി വരുന്ന പീസ് ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഭാഗം എടുക്കാൻ വേണ്ടിയിട്ടും, സ്ലീവിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നെക്കിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അളവിനുള്ള നൈറ്റി എടുക്കുക. അളവിനുള്ള നൈറ്റി എടുത്തിട്ട് ടേപ്പ് ഇതേപോലെ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് കിട്ടുന്ന അളവിനോടൊപ്പം മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.5 ആണ്. അതിനോടൊപ്പം നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടാകെ തുണി 4 മടക്കിയിടുന്ന സമയത്ത് 11 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 11 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലോത്ത് ഇതേപോലെ 4 മടക്കിയിട്ടിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് നേരെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കാം. ഇനി നമ്മൾ അളവിനുള്ള നൈറ്റി എടുക്കുക. അളവിനുള്ള നൈറ്റി എടുത്തതിന് ശേഷം കൈയിൻ്റെ താഴത്തുള്ള വണ്ണം അളക്കുക. താഴത്തുള്ള വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചെങ്കിലും നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് വേണം. അപ്പോൾ ആ 8 ഇഞ്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് കൈ ഒരു 5.5 ഇഞ്ച്, അതായത് 7 ഇഞ്ചോളം കിട്ടും. പക്ഷെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഒരു 5.5 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പോൾ സാരമില്ല, നമ്മൾ താഴെ വേറെ എക്സ്ട്രാ പീസ് കൊടുത്തിട്ട് ആഡ് ചെയ്യും. കാരണം നെക്കിന് ചെയ്യുന്ന പോലെ തന്നെ എക്സ്ട്രാ പീസ് നമ്മൾ കയ്യിലേക്ക് ആഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അത്രയും മതി. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ എക്സ്ട്രാ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു, അതായത് സെൻറ്റർ ഭാഗത്ത് നിങ്ങൾക്ക് അളവ് കിട്ടും, സൈഡിലാണ് കിട്ടാത്തത്. അപ്പോൾ സൈഡിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസ് വെച്ചിട്ട് സൈഡിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വലിയ സ്ലീവ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യുക. സെൻറ്ററിൽ ഒരു കട്ടും കൂടി കൊടുക്കുക. ഞാൻ ഇതുപോലൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് ഇതേപോലെ 2 ആക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 3.5 ഇഞ്ചാണ്. ആ 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക കേട്ടോ. അതൊന്നും നമുക്ക് ഒരാൾക്ക് ഇത്ര ആണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് നേരെ മുകളിലേക്ക് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് 5.5 ഇഞ്ച്, അതായത് 5.5 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുന്നത്. 6.5 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും 1 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച്, അതായത് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ പോലെ ചെയ്യുന്നുണ്ട്. ബാലൻസ് വന്നിട്ടുള്ള 5.5 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് ഇതേപോലെ റൗണ്ടായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്ത പ്രകാരം നമുക്കിതൊന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ടോപ്പിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. നമുക്ക് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഷേപ്പാണ് നമുക്ക് നെക്ക് ഡിസൈൻ ആയിട്ട് ഉണ്ടാവുക. ഇത് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ക്യാൻവാസ് പേപ്പറും കൂടി വേണം. ഞാൻ എടുത്തിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തിലും ഉള്ള ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ കറക്റ്റ് ഇതേപോലെ 2 ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 2 ആക്കി മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നെക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ 3/4 ഇഞ്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഇതുപോലെ നമ്മൾ 2 ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവസാനം മാർക്ക് ചെയ്ത ലൈനിൽ ടോപ്പിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ആംഗിളായിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച്
എന്താ പറയുക വൈഡായിട്ടുള്ളൊരു ആംഗിളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആംഗിളായിട്ട് വരയ്ക്കണമെങ്കിൽ ആംഗിളായിട്ട് വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരയ്ക്കുക. നേരത്തെ നമ്മൾ നെക്കിൽ ചെയ്തിട്ടുള്ള അതേ ഒരു ഡിസൈൻ ഇതിൻ്റെ അകത്തും വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം മാർക്ക് ചെയ്ത്, അതായത് ആദ്യം നമ്മൾ 3/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു ലൈൻ കൂടി വരയ്ക്കുന്നത്. വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1.5 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പീസും കൂടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 പീസായിട്ടാണ് കിട്ടുക. സെൻറ്ററിലൊരു പീസ്, അതുപോലെ തന്നെ 2 സൈഡിലേക്കും 2 പീസ്. ഈ സെൻറ്ററിലുള്ള പീസും 1.5 ഇഞ്ചാണ് നിവർത്തിയെടുക്കുമ്പോൾ കിട്ടുക. കാരണം ഒരു സൈഡിലേക്ക് 3/4 ഇഞ്ചും അടുത്ത സൈഡിലേക്ക് 3/4 ഇഞ്ചും ആകുമ്പോൾ ആ പീസും നിവർത്തിയെടുക്കുമ്പോൾ 1.5 ഇഞ്ചായിരിക്കും. അതുപോലെ തന്നെ ഈ 3 പീസിൻ്റെയും വിഡ്ത്ത് ഒന്നായിരിക്കും കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ അയൺ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്ററിലുള്ള പീസ് നമ്മൾ കറക്റ്റ് നമ്മുടെ ആ നൈറ്റീൻ്റെ അതേ സെയിം ക്ലോത്തിലാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. ബാക്കി 2 പീസ് നമ്മൾ വൈറ്റ് കളറിലുള്ള ക്ലോത്തിലാണ് അയൺ ചെയ്യുന്നത്. കാരണം ഈ ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ വൈറ്റ് മിക്സ് ആയിട്ടാണല്ലോ നമ്മുടെ ഫാബ്രിക് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ 2 സൈഡിലേക്ക് പോകുന്ന പീസുകൾ നമ്മൾ വൈറ്റിലാണ് അയൺ ചെയ്യുക. സെൻറ്ററിലുള്ള പീസ് നമ്മൾ കറക്റ്റ് നൈറ്റീൻ്റെ പീസിലാണ് അയൺ ചെയ്തെടുക്കുന്നത്. നേരത്തെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ക്യാൻവാസ് പേപ്പർ ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ 3 വശങ്ങളും, അതായത് മുകൾ വശം ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വശവും നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൻ്റെ ഷേപ്പ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ക്ലോത്ത് എക്സ്ട്രാ കട്ട് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ആ ക്ലോത്ത് ഇതേപോലെ സൈഡിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം, അതായത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസ് നമുക്ക് 4 സൈഡും സ്റ്റിച്ച് ചെയ്യണം. അതായത് മുകൾ വശവും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു പീസിൽ നമ്മൾ മുകൾ വശം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ വെച്ചിട്ട് സൈഡ് വശങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താലും മതി. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം എടുക്കുക. അതിൻ്റെ കറക്റ്റ് മുകളിൽ നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തെടുത്തിട്ടുള്ള ഈ ക്ലോത്ത് അത് കറക്റ്റ് ഇതേപോലെ വെക്കുക കേട്ടോ. കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുക്കുക. നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ഈ ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ഇങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റിൽ സ്റ്റിച്ച് ചെയ്യുക, ആ റൗണ്ട് ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സെൻറ്ററിൽ എത്തുന്ന സമയത്ത് സൂചി അവിടെ ഇറക്കി നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു ഷേപ്പ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് അവിടെ വെച്ചിട്ട് ബാക്കി ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ആ റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ അടുപ്പിച്ചിട്ട് കട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ സെൻറ്ററിൽ വരുന്ന ഡിസൈനിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ അതേപോലെ തന്നെ കട്ട് കൊടുക്കുക കേട്ടോ. അടുപ്പിച്ചിട്ട് കട്ട് കൊടുക്കുക. കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു പീസ്, അതായത് ഒരു ക്യാൻവാസ് പേപ്പർ മറിച്ചെടുക്കുക. മറിച്ചതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ച് നമുക്ക് ആ താഴ്വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ വശം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ട. ബാക്കി റൗണ്ട് ഷേപ്പ് വരുന്ന അവിടെ വരെ ഇതേപോലെ 2 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് മറിച്ചിട്ട് അടിയിലേക്കാക്കിയിട്ട് ഒന്നും കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കുക. നമ്മളിതുപോലെ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ചെയ്തെടുത്തതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സെൻറ്ററിലെ പീസ് നമ്മുടെ സെയിം കളറാണ്. ആ സെൻറ്ററിലെ പീസ് ഇതേപോലെ കറക്റ്റ് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ പിൻ കുത്തി കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കണേ. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തതിന് ശേഷം 2 സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് ഷേപ്പും ഇതേപോലെ നമ്മൾ പിൻ കുത്തി കൊടുക്കും. നല്ല രീതിയിൽ നമ്മൾ പിൻ കുത്തി കൊടുത്തതിന് ശേഷം സെൻറ്ററിലുള്ള പീസ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സെയിം കളറിലുള്ള ത്രെഡ് തന്നെ എടുക്കുക കേട്ടോ. സെയിം കളറിലുള്ള ത്രെഡ് എടുക്കുക. പിന്നെ നേരത്തെ ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് സൈഡ് ഒട്ടിച്ചെടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ വേണം നിങ്ങളിപ്പോൾ കൊടുക്കുന്ന സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി സ്റ്റിച്ച് അവിടെ ഇവിടെ ആകുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും, ഒരു അഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ 4 സൈഡും, അതായത് നമ്മൾ ആ ഒരു യെല്ലോ പീസ് വെച്ചിട്ടുള്ള ആ പീസിൻ്റെ 4 സൈഡും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. 4 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം ത്രെഡ് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ വൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈറ്റ് പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു ലേസും കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ അതിൻ്റെ താഴ്വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 3 വശങ്ങളും ഈ ഒരു ലേസ് വെച്ചിട്ടും കൂടിയാണ് ആ ഒരു വൈറ്റ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്യുന്നത്.
ഇനി ബാക്കിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസ് ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുക്കുക. അതിനെ കറക്റ്റ് 2 ആക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ക്രോസ് പീസ് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് മറിച്ചടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡറും കൂടി ഇതിനോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്യാം. നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ്, നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്രോസ് പീസ് നമ്മൾ ചീത്ത വശത്തേക്ക്, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ ചീത്ത വശത്തേക്ക് നമ്മൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ പീസും ഇതേപോലെ ഫ്രണ്ടിലെ പീസിൻ്റെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് നമ്മൾ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യാം. മറിച്ചെടുക്കുന്ന സമയത്ത് ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ സെൻറ്ററിലുള്ള സ്റ്റിച്ച് അവിടെ കവറാവും. പക്ഷേ ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഓവർ കവർ ആവില്ല. എന്നാൽ ആ സൈഡിൽ നൂല് വലിയുന്നത് ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യണം ആണ് ഇഷ്ടം, അതായത് സാധാരണ ഷോൾഡർ ജോയിൻ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിലെ നെക്ക് എന്ത് ചെയ്യുക, ഉള്ളോട്ടേക്ക് അതായത് ആ ക്രോസ് പീസ് ഉള്ളോട്ട് വെച്ചിട്ട് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാതിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യാതിരുന്നത്. ഇനി സ്ലീവിൻ്റെ താഴത്ത് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് ബോർഡർ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഇഞ്ച് വിടുത്തുള്ള ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് 2 ആക്കി മടക്കിയിട്ട് സ്ലീവിൻ്റെ താഴ്വശത്ത് ഇതേപോലെ നല്ല വശത്തിൻ്റെ മുകളിൽ ഈ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വൈറ്റ് പീസ് ഒന്ന് നിവർത്തിയിട്ട് ഒന്നും കൂടി, അതായത് വൈറ്റിൽ സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിൽ ഒന്നും കൂടി നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ 2 പീസിൽ, അതായത് 2 സ്ലീവിൻ്റെ താഴ്വശത്തും ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത്ര കട്ടിയിൽ വേണ്ട, പൈപ്പിംഗ് പോലെ മതി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. ഇനി പീസ് വെക്കണം എന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലിങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സാധാരണ നോർമൽ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡറിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെക്കുക. ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് വിട്ടു പോരാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ട് സെക്യൂർ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ തന്നെ താഴ്വശം മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കില്ല, അതും കൂടി നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ നെക്ക് ഡിസൈനോട് കൂടിയിട്ട് എങ്ങനെയാണ് അളവിൻ്റെ മാക്സി ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.